നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ജ്യോതിഷ വിഷയമല്ല. അതിനുമപ്പുറം നമുക്കെന്തെങ്കിലും ജീവിതത്തിൽ ഗുണകരമായേക്കാം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നാമൊക്കെ ചില വിശ്വാസങ്ങളും ആദർശങ്ങളും ചില ധാരണകളും കൊണ്ടു നടക്കുന്നവരാണ്. നല്ല കാര്യത്തിൽ തന്നെ ആയിരിക്കും അത്. ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തന പദ്ധതികൾ നമ്മൾ മാറ്റാൻ തയ്യാറല്ല. കാരണം ഞാൻ കള്ളം പറയില്ല എന്നൊരാൾ വിചാരിച്ചിരിക്കുകയാണ് മനസ്സിൽ. പക്ഷേ എല്ലായ്പ്പോഴും സത്യം പറയാൻ പറ്റില്ല. ചില സംഗതികളിൽ കള്ളം പറയേണ്ടി വരും എന്നതുപോലെ അത് മറ്റൊരാളെ രക്ഷപ്പെടുത്താനായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സ്വന്തം ധാരണകളും വിശ്വാസങ്ങളും കൊണ്ട്, സ്വന്തം കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് സ്വജീവിതം ദുരിതമയമായി തീരുകയും മറ്റുള്ള അനേകർക്ക് ആ ദുരന്തങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത ഒരു അമ്മയുടെയും മകൻ്റെയും ചരിത്രം ആണ് അതിൻ്റെ ഉദാഹരണത്തിലൂടെ പറയുക. അത് നമുക്ക് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധിയും രണ്ടുപേരും കൊല്ലപ്പെടുകയായിരുന്നു. അവർ കൊല്ലപ്പെടേണ്ടതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക്, രാഷ്ട്രീയമല്ല ഞാൻ പറയുക. ഞാൻ രാഷ്ട്രീയം ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൂടാ, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇന്ദിരാഗാന്ധി വധം, അതിന് കാരണം എന്ന് പറഞ്ഞാൽ സിഖ് ഭീകരൻ ഭിന്ദ്രൻവാലയെ ഒരു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലുകയും അവനെ കൊന്നേ പറ്റൂ. ഒരു സമാധാനക്കേട് പിടിച്ചൊരു പഹയനാണ്. അവനെ കൊന്നു പട്ടാളത്തെ ഉപയോഗിച്ച്. അപ്പോഴത്തേക്കും സിഖുകാരുടെ മനസ്സിൽ, എല്ലാ സിഖുകാരുടെയും അല്ല കേട്ടോ, സിഖുകാരായ തീവ്രവാദികൾ, എല്ലാ വിഭാഗങ്ങളിലും, മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പാവപ്പെട്ടവരുണ്ട്. പക്ഷേ അധികാരത്തിലേക്ക് വേണ്ടിയോ ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരിയെന്ന ഒരു ദാർഢ്യവും തീവ്രതയും കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആയുധം കൊണ്ട് നശിപ്പിക്കുന്നവരാണ് തീവ്രവാദികൾ. അതിൽ സിഖ് തീവ്രവാദികൾ ഒരു തീരുമാനമെടുത്തതല്ല, അവരുടെ മനസ്സിൽ ഉറഞ്ഞുകൂടി എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഇന്ദിരാഗാന്ധിയെ വകവരുത്തുക. പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായി 2 സിഖുകാർക്ക്, ബിയാൻ സിംഗും സത്വന്ത് സിംഗും, 2 പേർക്ക് നിയമനം കിട്ടിയപ്പോഴേ അവിടുത്തെ ഇൻ്റലിജൻസ് മേധാവി, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ദിരയോട് പറഞ്ഞു, ഇത് ശരിയാവില്ല, സിഖുകാർക്ക് അങ്ങയോട് വൈരാഗ്യമുണ്ട്, എപ്പോൾ വേണോ അവർ തട്ടിക്കളയും, അതിലേക്ക് വേണ്ടി അങ്ങയുടെ സുരക്ഷ കൂട്ടേണ്ടിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, സിഖുകാർ ആരെയും അങ്ങയുടെ പരിസരത്ത് പോലും അടുപ്പിക്കരുത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവരെ അങ്ങയുടെ അംഗരക്ഷകനായി പോലും നിയമിച്ചിരിക്കുകയാണ്, പാടില്ല, അവരെ മാറ്റണം, ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, അത് ശരിയാവില്ല, കാരണം അത് വർണ്ണ വിവേചനം ആയിപ്പോവും. ഞാൻ സിഖുകാരനോട് എനിക്ക് വൈരാഗ്യമൊന്നുമില്ല, അത് മറ്റവനെ കൊണ്ട്, ഭിന്ദ്രൻവാലയെ കൊണ്ട് ഒരു നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് കൊല്ലേണ്ടി വന്നത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ, എല്ലാ സിഖുകാരും അവരും മനുഷ്യരല്ലേ, അങ്ങനെ വർണ്ണവിവേചനം പാടില്ല, അത് ശരിയല്ല. ആ പോലീസ് ഓഫീസർ എന്ത് തന്നെ തലകുത്തി പറഞ്ഞിട്ടും ഇന്ദിരാഗാന്ധി ആ സിഖുകാരെ മാറ്റാൻ തയ്യാറായില്ല. അതിന് പകരം എന്താ സംഭവിച്ചത്? സൗകര്യപൂർവ്വം ഇന്ദിരാഗാന്ധി വരുമ്പോൾ ഒരുത്തൻ തൻ്റെ യന്ത്രത്തോക്കിൽ നിന്ന്, തോക്കുണ്ട് 2 പേർക്ക്, അംഗരക്ഷകരല്ലേ, തോക്കുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചകത്തിലേക്കും പള്ളയിലേക്കുമായി 24 വെടിയുണ്ട്. മരിച്ചു വീണു, അതും പോട്ടെ, അവരെ പിടികൂടി, അത് പോട്ടെ. ഈ ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടുന്നു, രാജ്യത്തിന് പ്രധാനമന്ത്രി നഷ്ടപ്പെടുന്നു, മറ്റു പലരും നഷ്ടപ്പെടുന്നു. പക്ഷേ പിന്നെ സംഭവിച്ചതാണ് ഏറ്റവും വലുത്. ഇന്ദിരാഗാന്ധിയുടെ മരണമല്ല വിഷയം. ഈ മരണത്തോടുകൂടി സിഖുകാർക്കെതിരെ കലാപം ഉയർന്നു തുടങ്ങി. ഇന്ത്യൻ പട്ടാളമടക്കം, കോൺഗ്രസിലെ ഭീകരർ അടക്കം ലക്ഷക്കണക്കിന് സിഖുകാരെ കൊന്നൊടുക്കുന്നു. അന്ന് മുതൽ
പുറപ്പെട്ട കലാപത്തിന് കയ്യും കണക്കുമില്ല. സ്ത്രീകളോ പിഞ്ചു കുഞ്ഞുങ്ങളോ വൃദ്ധരോ യുവാക്കളോ ഒന്നും വേണ്ട, കണ്ണിൽ കണ്ടവരെയെല്ലാം കശാപ്പ് ചെയ്യുക. ഇന്ദിരാഗാന്ധിയെ കൊന്നതിന് പ്രതികാരം. ഈ പാവപ്പെട്ട സിഖുകാരെന്ത് പിഴച്ചു നോക്കൂ. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ടിട്ട് അവർ വിവേചനപൂർവ്വം തീരുമാനമെടുക്കാനുള്ള ദിവസങ്ങളോ സമയം ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ചെന്നിരുന്ന് ആത്മവിചിന്തനം ചെയ്യാം. അദ്ദേഹം പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ടോ? ചെയ്തില്ല. അത് ഒരാദർശത്തിന്റെ പേരില്ല. അവർ അവരുടെ സ്വജീവൻ പോകുന്നതിന് കുഴപ്പമില്ല. പാവപ്പെട്ട സിഖുകാരെന്ത് ചെയ്തു? ഈ നിരപരാധികൾ, കശാപ്പ് ചെയ്യപ്പെട്ടവർ. ചില കാര്യങ്ങളിൽ സെന്റിമെന്റ്സ്, ചില ധാരണകൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. നമ്മളൊരു പെണ്ണിനെ പ്രേമിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, കടുത്ത പ്രേമ. അപ്പോഴത്തേക്കുമാണ് വിവരമുള്ള ആ പെണ്ണിനെയും വീട്ടുകാരെയും പറ്റി അറിയാവുന്ന ഒരാൾ വന്ന് പറയാണ്, ഇത് നിനക്ക് ശരിയാവുകയല്ല, നീ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്, കാര്യകാരണം ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ട് വഴിക്ക് പോയി കഴിഞ്ഞാൽ അവളും രക്ഷപ്പെടും, നീയും രക്ഷപ്പെടും, ഇത് ശരിയാവില്ല. അപ്പോൾ അയാൾക്ക് ചെന്നിരുന്ന ആത്മവിചിന്തനത്തോടെ ചിന്തിക്കണം. മറിച്ച് അല്ലാണ്ട് ഇത്രയും കാലം പ്രേമിച്ച് കിടന്നതല്ലേ, കണ്ണേ കരളേ എന്ന് പറഞ്ഞ് എന്തും വരട്ടെ കെട്ടിക്കളയാം, അതല്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് തിരിച്ചു വരാം. അതാണ് സമയമെടുത്ത്. പക്ഷെ ചില സംഗതികൾ നമുക്ക് അല്പസമയം പോലും കിട്ടുകയില്ല. ആക്സിഡന്റ് പോലെയാണ്. പുറകിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകരുതേ എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ കാൽ പിൻവലിക്കേണ്ടി വരും. അതിനുദാഹരണമാണ് രാജീവ് ഗാന്ധി വധം. നേതാക്കൾ, മിക്ക പ്രശസ്തരായ നേതാക്കളും, അത് ഏത് പാർട്ടിയിലായിരുന്നാലും, അവര് മനസ്സിൻ്റെ അടിത്തട്ടിൽ തരളിതമായൊരു ഹൃദയം, ഒരു സെന്റിമെന്റ്സ് സൂക്ഷിക്കുന്നുണ്ട്, ഒരു വൈകാരികത സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെക്കൊത്ത ആളും തന്നെയായിരുന്നു രാജീവ് ഗാന്ധി. അദ്ദേഹം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുതൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരികയാണ്. രാജീവിന് കൃത്യമായിട്ട്, രാജീവിനും വധഭീഷണിയുണ്ട് തമിഴ് പുലികളിൽ നിന്ന്, LTTയിൽ നിന്ന്. അതെല്ലാം ഓഫീസർമാരെ അറിയിച്ചിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തിരി സെക്യൂരിറ്റി കൂടുതൽ. അപ്പോൾ ഇദ്ദേഹം വരുന്നു. നേരത്തെ അവിടെ ആ തമിഴ്നാട്ടിലെ രാജീവ് ഗാന്ധിയുടെ ആരാധികയായ ഒരു 10 വയസ്സായ കോകില എന്ന കുട്ടിയും അവളുടെ അമ്മയും രാജീവ് ഗാന്ധിയെ നേരിട്ട് കാണണമെന്നും, ഈ കോകിലയുടെ മുത്തശ്ശൻ എഴുതിയ ഒരു കവിത ഇവൾ വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വായിക്കണം എന്നും അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയോട് പറഞ്ഞപ്പോൾ അവരത് അംഗീകാരം കൊടുത്തു. രാജീവ് ഗാന്ധി അറിയിച്ചപ്പോൾ രാജീവ് എന്ത് ആരെയും സ്വീകരിക്കുന്ന ആളാണല്ലോ, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് നടന്നു തുടങ്ങുന്നതിന് മുമ്പ് ഈ കുട്ടി വന്ന് കവിത വായിക്കുന്നു. അവളുടെ അമ്മയെ അടുത്തുണ്ട്. ഈ കവിത കേട്ടിട്ട് ആ കുട്ടിയെ സ്നേഹത്തോടുകൂടി ആശ്ലേഷിക്കുന്നു, കുശലം പറയുന്നു. ഈ നിമിഷാർത്ഥമാണ് ഒരുങ്ങി നിന്ന ഒരു ചുരിദാറുകാരിയായ കണ്ണട വച്ച തനു എന്ന പെൺകുട്ടി ഒരു മഞ്ഞ മാലയുമായി, ഒരു ചന്ദന കളർ മാലയുമായി രാജീവ് ഗാന്ധിക്ക് ഹാരം ഇടണമെന്നും പറഞ്ഞ് ബാക്കിൽ നിന്ന് വരികയാണ്. അപ്പോഴത്തേക്കും എന്തോ വശക്കേട് മണത്ത കുറച്ചപ്പുറത്ത് നിൽക്കുകയായിരുന്ന അനസൂയ എന്ന സബ് ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു, അരുത്, അടുത്ത് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി ചിരിയോടെ പറഞ്ഞു, അവളെയും കടത്തിവിടൂ, അങ്ങനെ എന്തോ ആണ്. അവൾക്ക് ആ SI തടഞ്ഞു. അവളെ തടയണ്ട, എൻ്റെ അടുത്തേക്ക് കടത്തിവിടുമെന്ന് പറഞ്ഞു. രാജീവ് ഗാന്ധിക്ക് വന്ന് താനു മാലയിടുന്നു. കുനിഞ്ഞ് കാലിൽ തൊടാനെന്ന കണക്കിന് കുനിയുകയും അവരുടെ അരയിൽ വച്ചിരുന്ന ബെൽറ്റ് ബോംബിൻ്റെ സ്വിച്ച് അമർത്തുകയും
പൊട്ടിത്തെറിക്കുകയും നിമിഷാർത്ഥങ്ങൾ കൊണ്ട് അവിടെ 18ഓ 20ഓ രാജീവ് ഗാന്ധി അടക്കം ആ എട്ടാവട്ടത്ത് നിന്നവർ പോയി. രാജീവ് ഗാന്ധിയെ കവിത ചൊല്ലി കേൾപ്പിക്കാൻ വന്ന ആ പെൺകുട്ടിയും അമ്മയും അടക്കം. നോക്കൂ, എന്ത് കാലക്കേടാണ്, എന്ത് ബുദ്ധിമോശമാണ് ഈ രാജീവ് ഗാന്ധി കാണിച്ച്. അനസൂയ എന്ന SI മരിച്ചില്ല, 2 3 വിരലുകൾ അറ്റുതെറിച്ചു പോയി ആ യുവതിയുടെ. അവർ 2 ദിവസം ICUവിൽ ബോധമില്ലാതെ കിടന്നു. പിന്നെയാണ് മെല്ലെ ജീവനിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരിക. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ബുദ്ധിമോശക്കേട് കൊണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല അന്ത്യം, അദ്ദേഹത്തിൻ്റെ അന്ത്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവില്ലാണ്ട് മാറി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാവില്ലാണ്ട് മാറി, അയാളുടെ മക്കൾക്ക് അച്ഛൻ, അതൊക്കെ സ്വാഭാവികം. അതൊരു ചെറിയ എട്ടാവട്ടത്ത് നിൽക്കുന്ന കാര്യം. മറിച്ച് രാജീവിന് ചുറ്റും കൂടി നിന്ന 10ഓ 20ഓ പേർ, പോലീസ് ഓഫീസർമാർ, വലിയ ക്യാമന്മാർക്കല്ലേ ഇത്തരം VVIPകളുടെ അടുത്ത സ്ഥാനമുള്ളൂ. അവരെന്ത് പിഴച്ചു, അവരുടെ കുടുംബം എന്ത് പിഴച്ചു. പാവം കോകില എന്ന ആ 10 വയസ്സുകാരി പെൺകുട്ടി, അവളുടെ അമ്മ, ഇയാളുടെ ബുദ്ധിമോശം കൊണ്ട് പിഴവ് പറ്റി. ഇത് ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയം പറയാനോ അല്ല, ഒരു ആശയം ഞാൻ എടുക്കുകയായിരുന്നു. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മളൊരു ആദർശമോ വിശ്വാസമോ ഒക്കെ ആയിട്ട് പോകുമ്പോൾ കാര്യകാരണം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ പോകരുത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അനുസരിക്കേണ്ടി വരും. നാം കേമനായിരിക്കാം, പറയുന്നവൻ ശിശുവായിരിക്കാം. അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. പ്രധാനമന്ത്രിക്കും ഇന്ദിരാഗാന്ധിക്കും മുകളിലല്ലല്ലോ പോലീസ് ഓഫീസർ, പക്ഷെ അയാൾ പറഞ്ഞാൽ അനുസരിക്കണമായിരുന്നു. ഈ പാവം പിടിച്ച SI രാജീവ് ഗാന്ധിയുടെ മുന്നിൽ ഒന്നുമല്ലല്ലോ. അറിവിൻ്റെ കാര്യത്തിലായിരുന്നാലും കഴിവിൻ്റെ കാര്യത്തിലായിരുന്നാലും പൈലറ്റൊക്കെ ആയിരുന്ന ആളാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്. അയാളുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴുള്ള അയാളുടെ പ്രവർത്തനം നല്ലതോ കൊല്ലാത്തോ ഇതൊന്നും അല്ല ഞാൻ പറയുക. ആ ആശയം കടമെടുത്തുകൊണ്ട് പറയുകയാണ്. ഞാനെപ്പോഴും പറയുക, നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന്. പക്ഷേ നമ്മൾ മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തന പദ്ധതികളുടെ തീരുമാനങ്ങളും ശരിയായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ വിവരമുള്ളവൻ എന്തെങ്കിലും പറഞ്ഞാൽ, കാര്യകാരണ സഹിതം പറഞ്ഞാൽ അതനുസരിക്കുക. നന്ദി.